ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിത്യയും സുജാതയും ജീവനും കൂടി ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയപാടെ നളിനി അവിടേക്ക് ഓടി വന്നിട്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നിത്യയോട് പറയുന്നുണ്ട്. എൻ്റെ മോളെ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? കേട്ടപ്പോൾ കൈയും കാലും തളർന്നിട്ടാ ഓടി വന്നത്. ചോറ് പോലും ഇറങ്ങിയില്ല. എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നളിനി പറയുമ്പോൾ ഞാനൊന്ന് അച്ഛനെ കാണട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടിപ്പോവുകയാണ് നിത്യ. നീ കയറുന്നില്ലേ എന്ന് ജീവനോട് സുജാത ചോദിച്ചു. എന്നിട്ട് സുജാത അകത്തേക്ക് പോയി. ജീവനും പോകുന്നു. അദ്ദേഹത്തിന്റെ തൊട്ടരികിൽ തന്നെയുണ്ട് ശിവാനന്ദനും. അച്ഛൻ എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് നിത്യ. ഇത്ര വെപ്രാളപ്പെട്ട് ഓടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വൈകുന്നേരം ഒന്ന് വിളിച്ച് പറയാനല്ലേ ശിവാനന്ദ നിന്നോട് ഞാൻ പറഞ്ഞത്? അച്ഛന് വൈകുന്നറിഞ്ഞാൽ ഞാൻ ഓടി വരണ്ടേ? ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ നിത്യ ചോദിക്കുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ല കുട്ടി, വയസ്സും പ്രായവും ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദൈവം തരുന്ന ഒരു അറിയിപ്പല്ലേ എന്നൊക്കെ അച്ഛൻ. ഈ സമയം ജീവൻ ദേഷ്യത്തോടെ ഒന്ന് ശിവാനന്ദനെ നോക്കുന്നുണ്ടായിരുന്നു. പതിയെ എണ്ണിക്കുകയാണ് അദ്ദേഹം. എണ്ണിച്ചിരിക്കാനൊന്നും കുഴപ്പമില്ലെന്നേ. സുഖമാണോ സുജാതയെന്ന് ചോദിക്കുന്നു. അത് കൊള്ളാം, അസുഖത്തിന്റെ വിവരം അറിയാൻ വന്ന ഞങ്ങളോട് സുഖമാണോ എന്നാണോ ചോദിക്കേണ്ടത് എന്ന് സുജാത പറയുന്നു. മോൻ എവിടെയും ഇരിക്കേ എന്നൊക്കെ ജീവനോടും പറയുകയാണ് അച്ഛൻ. ഓ വേണ്ട അച്ഛാ എന്ന് ജീവനും. അതെ, ഞാൻ മുൻപ് കാണിച്ച ഡോക്ടറല്ലേ, കാർഡിയോളജിസ്റ്റ്, അദ്ദേഹത്തോട് ഒന്ന് വരാൻ പറഞ്ഞാലോ എന്ന് സുജാത. വേണ്ട എന്ന് അച്ഛനും. തൽക്കാലം ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ടല്ലോ, വലിയ കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തോ എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അവിടേക്ക് നളിനിയും വന്നു. അച്ഛൻ്റെ കൂടെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ആരും ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചു ദിവസം അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് നിത്യ പറയുന്നു. അത് പറഞ്ഞതും ജീവൻ നിത്യയെ നോക്കുന്നുണ്ട്. ഇത് ശിവാനന്ദൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ അമ്മേ എന്ന് നിത്യ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നുണ്ട്, അതിനെന്താ, മോള് നിന്നോളൂ. മോൾ എന്തായാലും അവിടുന്ന് മാറി നിൽക്കുന്ന കാര്യം ആലോചിക്കേണ്ട. ഒരൊറ്റ പകല് നീ അവിടുന്ന് മാറി നിന്നപ്പോഴത്തേക്കും അന്വേഷിച്ച് ഓടി വന്നവളാണ് സുജാത. നീ അത് ഓർക്കുന്നില്ലേ എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ സുജാത പറയുന്നു, പക്ഷേ ഇതൊരു അത്യാവശ്യ കാര്യമല്ലേ, എനിക്ക് മനസ്സിലാവുമല്ലോ. അതിനൊരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കാമെന്ന് അദ്ദേഹം പറയുമ്പോൾ പെട്ടെന്ന് അവിടെ അങ്ങ് ഇരുന്ന് പോവുകയാണ് ജീവൻ. കുറച്ചു ദിവസമായി മോളുടെ കൂടെ വന്ന് നിൽക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തട്ടിയിട്ട് എന്തായാലും ഇതൊരു കാരണമായിക്കോട്ടെ. എന്താ സുജാതയെ, വിരോധമില്ലല്ലോ എന്നൊക്കെ അച്ഛൻ പറയുന്നു. എന്ത് വിരോധം? സദാനന്ദേട്ടൻ അങ്ങോട്ട് വരുന്നതിൽ സന്തോഷം മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ സുജാത. പക്ഷേ ജീവന് ഇത് ഇഷ്ടമാവാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. എല്ലാവരും ജീവനെ നോക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അങ്ങോട്ട് വരണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിത്യ. മോളെ, അവിടെ എൻ്റെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ അതൊന്നും വേണ്ട എന്നെ സദാനന്ദൻ പറയുമ്പോൾ നിത്യ പറയുന്നു, അതല്ല അച്ഛൻ്റെ രീതികൾ ഉൾക്കൊള്ളാൻ അവിടെയുള്ളവർക്ക് പറ്റിയെന്ന് വരില്ല. അതുപോലെ അവിടെയുള്ളവരുടെ രീതികൾ അച്ഛനും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞതെന്ന് നിത്യ പറയുന്നു. മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അതും വിഷമത്തോടെയാണ് അദ്ദേഹം അത് പറയുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? കല്യാണത്തിന് തൊട്ട് അടുത്ത ദിവസം വരെ കെട്ടിച്ചു വിട്ടാലും ഞാൻ പോകൂല എന്ന് പറഞ്ഞ് ഏട്ടൻ്റെ നെഞ്ചിൽ കിടന്ന കരഞ്ഞ പെണ്ണാണ്. കാശിൻ്റെ ഒരു പവറേ എന്നൊക്കെ നളിനി പറയുന്നു. വലിയ ആൾക്കാരുടെ വീട്ടിലെ മരുമകളായപ്പോൾ അച്ഛനെയും വേണ്ട, ബാക്കി ആരെയും വേണ്ട എന്നൊക്കെ നളിനി പറയുമ്പോൾ നളിനി എന്ന് ദേഷ്യത്തോടെ സദാനന്ദൻ ഒന്ന് വിളിച്ചു. കണ്ടത് പറയാതിരിക്കാൻ നിർവാഹം ഇല്ല ഏട്ടാ. എന്തായാലും മനുഷ്യൻ ഇങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ നളിനി പറയുന്നു. എന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് ചെല്ല്, എനിക്ക് ഇത്തിരി നേരം ഇവിടെ കിടക്കണമെന്ന് സദാനന്ദൻ അവരോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. നിത്യ തന്നെ ആദ്യം പോയി. സുജാതയോട് നളിനി പറയുന്നു, എന്നാലും ഇങ്ങനെയങ്ങ് മനസ്സ് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ആയി കാണും അല്ലേ? എടി പോടി എന്ന് ശിവാനന്ദൻ നളിനിയെ വഴക്ക് പറയുന്നു. നളിനിയും അവിടെ നിന്ന് പോകുന്നു. സുജാതയും പോവുകയാണ്. ശിവാനന്ദൻ സദാനന്ദന്റെ അരികിലിരുന്നു. കാലം മാറുമ്പോൾ കോലവും മാറണോടാ, അത് അങ്ങനെയാണ് എന്നൊക്കെ സദാനന്ദൻ വിഷമത്തോടെ ശിവാനന്ദനോട് പറയുന്നുണ്ട്. ശേഷം ജീവൻ ഇങ്ങനെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു, ഒരു ടെൻഷനിൽ തന്നെ. അവിടേക്ക് നളിനിയുടെ മകൻ വന്നു. അളിയ സുഖമല്ലേ? നിത്യ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്ന എന്താ? അളിയൻ നിത്യ നോക്കുന്നില്ലേ എന്നൊക്കെ അയാൾ ചോദിക്കുന്നു. നിത്യ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ജീവൻ ചോദിക്കുമ്പോൾ നിത്യയുടെ ചെറു വിരലിന് ക്ഷീണം വന്നാൽ പോലും എനിക്കറിയാലോ എന്നൊക്കെ വിമൽ. എന്നിട്ട് വേറെന്തൊക്കെയാടാ നീ നോക്കിയതെന്ന് ദേഷ്യത്തോടെ ജീവൻ വിമൽകുമാറിനോട് ചോദിക്കുന്നു. പറയടാ എന്നൊക്കെ ചോദിക്കുന്നു. ക്ഷീണം അറിയാൻ വേണ്ടി നീ എങ്ങനെയാടാ അവളെ നോക്കുന്നത്? അയ്യോ അളിയ, എന്നൊക്കെ ഇങ്ങനെ വിമൽകുമാർ പറയുമ്പോൾ, എടാ നിന്റെ തള്ളയില്ലേ നളിനി, അവരെന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വിട്ടേക്കാണെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. നിന്റെ പോലൊരു പൊട്ടനെ കണ്ണും കൂടി കാണാതായാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയാലോ? എടോ അറിയാലോ എന്നൊക്കെ ജീവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. നിത്യ വളരെ സങ്കടത്തോടെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് വന്നു.
എല്ലാവരും ഒന്നിച്ചുള്ള നിമിഷങ്ങളൊക്കെ ആലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയാണിപ്പോൾ നിത്യ. എന്തുമാത്രം സന്തോഷത്തോടെ ആ വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് കഴിഞ്ഞതായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ദുഃഖത്തോടെയാണ് നിത്യ ആ വീട്ടിൽ നിൽക്കുന്നത്. നിത്യ വിഷമത്തോടെ നിൽക്കുന്നത് സുജാത അവിടേക്ക് വന്നപ്പോൾ കാണുന്നുണ്ട്. സുജാതയെ നിത്യയുടെ അരികിലേക്ക് വന്നിട്ട് നിത്യ വിളിച്ചു. മോളെ, അച്ഛൻ വലിയ ആഗ്രഹത്തോടെ പറഞ്ഞതല്ലേ നിന്റെ കൂടെ വന്ന് നിൽക്കണമെന്ന്. നീ അത് എതിർത്തപ്പോൾ അച്ഛന് നല്ല വിഷമം ഉണ്ടാകില്ലേ? എന്നൊക്കെ അമ്മ പറയുമ്പോൾ നിത്യ പറയുന്നു, ഉണ്ടാവും, അച്ഛന് ചിലപ്പോൾ എന്നോട് ഇഷ്ടക്കേടും ഉണ്ടാവും. കുറച്ച് സങ്കടപ്പെട്ട് കഴിയുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛൻ നമ്മുടെ വീട്ടിൽ വന്നാൽ ജീവന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് പേടിയുണ്ടമ്മേ. എന്നോടുള്ള ദേഷ്യം ജീവൻ അച്ഛനോട് കാണിക്കുമെന്ന്, അച്ഛനെ ഉപദ്രവിക്കുമെന്ന്. അങ്ങനെ അച്ഛൻ്റെ മനസ്സ് ഉരുകുന്നതിലും നല്ലത് ഈ ചെറിയ വേദന അച്ഛൻ സഹിക്കുന്നതല്ലേ? സുജാത പറയുന്നു, നീ പറഞ്ഞത് ശരിയാ മോളെ. പക്ഷേ അതിൻ്റെ പേരിൽ ചെറിയച്ഛനും അമ്മായിയൊക്കെ മോളെ തെറ്റുകാരിയായി കാണില്ലേ? ഇത് കേട്ട് നിത്യ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ലമ്മേ. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് നിന്നെ എത്തിച്ചത് ഞാനാണ്. ഇത്ര മാപ്പ് ചോദിച്ചാലും മതിയാവില്ല എന്നൊക്കെ സുജാത പറയുന്നു. എന്നിട്ട് സുജാത അപ്പുറത്തേക്ക് പോകുന്നു. കണ്ണ് തുടച്ചുകൊണ്ട് നിത്യയും അങ്ങോട്ട് പോവാൻ തുടങ്ങിയപ്പോൾ ശിവാനന്ദൻ അവിടേക്ക് വന്നു. ചെറിയച്ഛൻ കൂടി മോളെ തെറ്റിദ്ധരിച്ചു എന്ന് കരുതിയോ? ശ്രുതിയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. ആ നിമിഷം മുതൽ ഏട്ടൻ അറിയാതെ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇത് പറയില്ല എന്നൊക്കെ ശിവാനന്ദൻ വിഷമത്തോടെ പറയുകയാണ്. ഇത് കേട്ട് ചെറിയച്ഛൻ ഞാൻ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിത്യ ചെറിയച്ഛൻ്റെ കയ്യിലേക്ക് പിടിച്ചു. വേണ്ട, അവിടെ പിടിച്ചു നിർത്തുന്നത് അമ്മയുടെ സ്നേഹമാണെന്ന് എനിക്കറിയാം. ദേ, അത് പൊറുക്കാനാകില്ല എന്ന് തോന്നിയാൽ മോളിങ് പോന്നേക്കണം. പണത്തിന് കുറവുണ്ട്, പക്ഷേ സ്നേഹത്തിന് പഞ്ഞം ഉണ്ടാവില്ല നമ്മുടെ ഇടയിൽ എന്നൊക്കെ ശിവാനന്ദൻ പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിത്യ നിൽക്കുമ്പോൾ ശിവാനന്ദൻ നിത്യയെ ചേർത്ത് പിടിക്കുന്നു. നാട്ടിലുള്ളതിൽ ഏറ്റവും നല്ല കുട്ടി, ഏറ്റവും നല്ല മിടുക്കി, നിന്റെ ജീവിതം ഭദ്രമായിരിക്കണമെന്ന് വീട്ടുകാരും മാത്രമല്ല നാട്ടുകാരും കരുതും. പക്ഷേ വിധി ഇങ്ങനെയായി പോയല്ലോ മോളെ. ചെറിയച്ഛൻ കൂടെയുണ്ടെന്ന് ശിവാനന്ദൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് യക്ഷിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ സംയുക്ത. ആ സ്വാമി പറഞ്ഞത് കേട്ടിട്ടാണ് യക്ഷിമലയിലേക്ക് പോകുന്നത്. ഇപ്പോൾ കുറച്ചു ദൂരം കഴിഞ്ഞിരിക്കുന്നു. എത്ര കഠിനമായാലും ഞാൻ ഈ മല കയറും. യക്ഷിയമ്മയുടെ മുന്നിൽ നിന്നും മഞ്ഞളും കുങ്കുമവും എടുക്കുകയും ചെയ്യും. അത് ഹരിയുടെ നെറ്റിയിൽ ചാർത്താനുള്ള മാർഗം എനിക്കറിയാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് സംയുക്ത ആ മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഏതാ ആ പെണ്ണ്? യക്ഷിമലയെക്കുറിച്ച് ഒന്നും അറിയാത്തവളാണെന്ന് തോന്നുന്നു. ഏയ്, അവിടെ നിന്നേ, എങ്ങോട്ടായി കയറി പോകുന്നത് എന്നൊക്കെ അവരിങ്ങനെ സംയുക്തയോട് ചോദിക്കുമ്പോൾ സംയുക്ത പറയുന്നുണ്ട്, യക്ഷിമലയുടെ അടുത്തേക്ക്. കൊച്ചി ഈ നാട്ടിലുള്ളതല്ല എന്ന് ചോദിക്കുന്നുണ്ട് അവര്. എന്നാൽ പെട്ടെന്ന് ഇറങ്ങിക്കോ എന്നും പറയുന്നു. ഇല്ല, എനിക്ക് കയറിയേ പറ്റൂ എന്നെ സംയുക്ത പറയുമ്പോൾ അതിൽ മറ്റൊരാൾ പറയുന്നു, ഈ നാട്ടുകാർ പോലും കയറാൻ മടിക്കുന്ന സ്ഥലമാണ്. യക്ഷിയമ്മയുടെ കാവിലേക്ക് ആരും പോവാറില്ല. പോയാൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കാട്ടുമൃഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. വെറുതെ മനുഷ്യന് മെനക്കെടുത്തല്ലേ എന്നൊക്കെ പറയുമ്പോൾ സംയുക്ത പറയുന്നു, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞാനിത് പൂർത്തിയാക്കും. കണ്ടാൽ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളതുപോലെ ഉണ്ടല്ലോ. അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളണം. എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ തന്നെ ഓടി വരേണ്ടി വരുമെന്ന് അവർ പറയുമ്പോൾ വീണ്ടും സംയുക്ത പറയുന്നു, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്നേ, ഞാൻ ഈ മല കയറിയിരിക്കും, ഇത് എൻ്റെ തീരുമാനമാണ്. അങ്ങനെ വീണ്ടും സംയുക്ത അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ചെന്ന് ബലമായി പിടിച്ചിറക്കാം എന്ന് വിചാരിച്ചാൽ കുഴപ്പം പിടിച്ച കാലമാണ്. പെണ്ണുങ്ങളെ ഒന്ന് തൊട്ടാലും കേസാവും എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു, പറയാനുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, പോയി ചാകുന്നെങ്കിൽ ചാകട്ടെന്നേ, ഓരോന്ന് എവിടെന്നെങ്കിലും ഇറങ്ങി തിരിച്ചോളും. ഇങ്ങനെ ഇറങ്ങി തിരിച്ചവർ പലരും വഴിയിൽ കിടന്ന് ചത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഈ സമയം ഹരി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചാക്കിൽ എന്തൊക്കെയോ നിറയ്ക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുന്നു. അമ്മാവൻ അവിടേക്ക് വന്നു. എടാ ഹരി, ഒരു കാര്യം ഞാനിപ്പോൾ അറിഞ്ഞു. ആ സംയുക്ത മേനോനില്ലേ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി ചോദിക്കുന്നു, ഏത് സംയുക്ത മേനോനെന്ന്. അമ്മാവൻ വീണ്ടും പറയുന്നു, എടാ ഇവിടെ വരാറുള്ള ആ സാംസല്ലേ, അവരെ ആ യക്ഷിമലയുടെ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടോ? ആര് പറഞ്ഞു എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, കണ്ടവരാ പറഞ്ഞത്. അപകടമാണെന്ന് പറഞ്ഞ് നാട്ടുകാർ തടഞ്ഞു. അത് കേൾക്കാതെ അവർ മുകളിലേക്ക് കയറിപ്പോയി. ആദ്യം കണ്ടപ്പോൾ അവരെ മനസ്സിലായില്ല. പിന്നെ ആരോ ഒരാളാണ് അവരെ തിരിച്ചറിഞ്ഞത്. അവരിതെന്ത് ഭാവിച്ച? മണ്ണ് കീഴടക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരല്ലേ? ചിലപ്പോൾ മലയും കീഴടക്കാനായിരിക്കും. എല്ലാം പൊളിച്ചെടുക്കലാണല്ലോ ഇവരുടെ ലക്ഷ്യമെന്ന് ഹരി. എന്നാലും എടാ, എന്തെങ്കിലും പറ്റിപ്പോയാലോ? യക്ഷിമലയെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത ആള് മുകളിലേക്ക് കയറി ചെല്ലുക എന്ന് വെച്ചാൽ, എടാ, എന്നാലും ഞാൻ അവർ ചത്തു പോകണ്ട എന്ന് കരുതിയിട്ടാണ്. നീ ഒന്ന് പോയി നോക്കിയേ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോവേണ്ടത്? എടാ, എന്നാലും നമ്മുടെ വീട്ടിലെ ഒരു ചടങ്ങിന് വന്ന ആളല്ലേ,
മോനെ, ഒരു പരിചയമില്ലാത്തവർക്ക് വേണ്ടി നീ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നീ അവിടേക്ക് ഒന്ന് ചെല്ലെന്ന അമ്മാവൻ. ശരി, പോയി നോക്കാം എന്ന് നിവർത്തിയില്ലാതെ ഹരി പറയുന്നു. നീ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് പോയിട്ട് വാ എന്ന് പറയുകയാണ് അമ്മാവൻ. ഏതർത്ഥത്തിലായാലും അവരുടെ വരവ് ഒരു ദുരിതം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന ഹരി. അങ്ങനെ ഇപ്പോൾ ഹരി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. ടെൻഷനോടെ അമ്മാവനും എന്റെ ദൈവമേ, ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അമ്മാവൻ പറയുന്നു. ആ യക്ഷിമലയുടെ മുകളിലേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് സംയുക്ത. ഇതേ സമയം നിത്യയും ആ യക്ഷിമലയുടെ മുകളിലേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. സംയുക്തയെ അന്വേഷിച്ച് അവിടേക്ക് പോവുകയാണ് ഹരിയും. അവർ പരസ്പരം കാണുമോ? വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.